മനസ്സ് മറ്റാരുടെ കയ്യിൽ നിങ്ങൾ കൊണ്ടു കൊടുക്കരുത്. കൊടുത്താൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, ഒരു മെമ്മൻ്റേ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല, ഒരു ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. കാര്യം മനസ്സ് ഉടക്കി പോയി കഴിഞ്ഞാൽ ഓർമ്മകളും ചിന്തകളും മെസ്സേജും അതിന് സ്വപ്നങ്ങളുമായിട്ട് നിങ്ങൾ വേറോ ലോകത്തേക്ക് കടന്നു പോകും. അതേ സമയത്ത് ഇതെല്ലാം എനിക്ക് തൽക്കാലത്തേക്ക് വേണ്ട, കാര്യം എനിക്കിപ്പോൾ പഠിക്കേണ്ടയും നയിക്കേണ്ടയും സാഹചര്യമാണെന്ന് പറഞ്ഞ് മാത്രം ജീവിച്ചാൽ നിങ്ങളെല്ലാം ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ കൈയടക്കും, ഒരു സംശയമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, നിങ്ങളുടെയൊക്കെ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന, നിങ്ങളുടെ വിജയങ്ങൾക്ക് മുമ്പിൽ സന്തോഷിക്കുന്ന ആളുടെ പേരാണ് ഉപ്പ, അല്ലേ? നിങ്ങളുടെ വിജയങ്ങൾക്ക് മുമ്പിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഉപ്പ. നിങ്ങൾ എന്തെങ്കിലും കുറ്റപ്പെടുത്തലുകൾ നടത്തിയാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരാളും ഉപ്പയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചില കണക്ക് പറച്ചിലുകൾ നടത്തിയാൽ മൗനിയായി പോകുന്ന ആൾ ഉപ്പയാണ്. നിങ്ങളൊരുപക്ഷെ കത്ത് എഴുതി വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ആൾത്തിരക്കും സമൂഹവും അതുപോലെ തന്നെ ആരാധനകളും ഒന്നും പോകാതെ വീട്ടിനകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്നവനായി ഉപ്പ മാറും, ഉറപ്പാണ്. ഈ മകൾ പോയതിന് ശേഷം ഉപ്പ 19 കിലോ തൂക്കം ഉണ്ടായിരുന്നു. ഈ മോള് പോയതിന് ശേഷം മനുഷ്യൻ 30 കിലോ തൂക്കമുള്ളൂ. 30 കിലോയായി ചുരുങ്ങിപ്പോയി ആ മനുഷ്യൻ, ഇല്ലേ? ഇങ്ങനെ മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും, പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു പെൺകുട്ടിയെ അവരുടെ മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ, കൺസെൻ്റ് ഇല്ലാതെ സ്വന്തം ജീവിതത്തിലേക്ക് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ക്ഷണിച്ചാൽ ആ ക്ഷണിക്കുന്ന ചെറുപ്പക്കാരന് ആ പെൺകുട്ടിയുമായിട്ട് ജീവിതത്തിൽ പ്രകാശം പരത്തി എത്ര ദീർഘസുമംഗലിയായി ഈ മണ്ണിൽ ജീവിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. കാരണം അവളെ വളർത്തി വലുതാക്കിയ ഒരു മാതാപിതാക്കളുണ്ട്. അവരുടെ കൺസെൻറ്റ് വാങ്ങാതെ, അവരുടെ സ്നേഹവും അവരുടെ വായ്പകളും ലഭിക്കാതെ ഒരു രീതിയിലും ജീവിതം മുൻപോട്ട് നയിക്കപ്പെടാൻ നിങ്ങൾക്ക് പറ്റൂല. പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, അതേപോലെ ജീവിതത്തിനകത്ത് ഉമ്മയെ ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. നിങ്ങളുടെ വരവൊന്ന് വൈകിയാൽ ഉമ്മറപ്പടിയിൽ മറ്റൊരു പ്രസവേന അനുഭവിക്കുന്ന മാലാഖയുടെ പേരാണ് ഉമ്മ. ഒരുപക്ഷേ വീടിൻ്റെ ഗൃഹാന്തരീക്ഷത്തിൻ്റെ ഇരുണ്ട ഇടനാഴിയിൽ ചൂടിനോടും ചാരത്തോടും ചുക്കിലിയോടും പടവെട്ടി ചുക്കി ചുളിഞ്ഞുപോയ പഴന്തുണി കഷ്ണം ഏതാന്ന് ചോദിച്ചാൽ ഉമ്മയാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരേസമാരാരാന്ന് ചോദിച്ചാൽ അതൊക്കെ നമ്മുടെ അമ്മമാരാണ്. ഒരുപക്ഷെ വിളമ്പിക്കൊടുത്ത് തനിക്ക് തിയ്യാതെ വരുമ്പം ഉമ്മ പറയും, മോനെ മോളെ, ഉമ്മാക്കിത് ഇഷ്ടമല്ല, എൻ്റെ മക്കൾ കഴിച്ചോ എന്ന് കള്ളം പറയുന്നവളാണ് ഉമ്മ. ആ ഉമ്മമാരെ ഒന്നും നമ്മൾ സങ്കടപ്പെടുത്തരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ സ്വന്തം കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് മക്കളുടെ നന്മയ്ക്കും ആരോഗ്യത്തിനും കുടുംബത്തിനും വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഒരുവളി മണ്ണിലുണ്ടെങ്കിൽ അവളുടെ പേര് ഉമ്മയാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. എൻ്റെയും നിൻ്റെയും എല്ലാം വിഴുപ്പലക്കി ചൊട്ടിച്ചുളിഞ്ഞു പോയ ഒരു പഴന്തുണി കഷ്ടമാണ് ഉമ്മ. ഗൃഹാന്തരീക്ഷത്തിൻ്റെ ഇരുണ്ടിടനാടിയിൽ ചൂടിനോടും ചാരത്തോടും പടവെട്ടി ഒടുവിൽ അവൾ മൃതിയടയുന്നവളുടെ പേരും ഉമ്മയാണ്. അവളെ ഒരിക്കലും ജീവിതത്തിൽ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. നമ്മൾ അണ്ണാങ്കുഞ്ഞിനെ പിടിച്ച് കിളിക്കുഞ്ഞിനെ പിടിച്ച് നിങ്ങൾ ഉമ്മർത്ത് താലോചിച്ച് നോക്കും. അതിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ഉമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ച് പറയും, മോനെ മോളെ, എന്നെ തുറന്നു വിടും മക്കളെ, അതിൻ്റെ തള്ള അതിനെ കണ്ടില്ലെങ്കിൽ ഇപ്പം കരഞ്ഞു വരും എന്ന് പറയുന്നവളാണ് ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. ഒടുവിൽ ഈ സാഗരം കളമൊഴിഞ്ഞു പോകുമ്പം വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും, എൻ്റെ ഉമ്മയില്ലാത്ത വീട്, എൻ്റെ അമ്മയില്ലാത്ത വീട് വീടേയല്ല. ഞാൻ എത്ര വൈകിയ രാത്രി വീട്ടിൽ ചെന്നാലും എൻ്റെ അമ്മ ബെഡ്റൂമിൽ ഒരു സ്വിച്ച് ഉണ്ട് ഇങ്ങനെ, അത് 3-4 പോർഷനാണ്. അമ്മയുടെ ഈ വലത് കൈ പൊങ്ങൂല. ഞാൻ വെറുതെ ലവാരി എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലെ ഫൈനൽ കണ്ടസ്റ്റൻസ് ആണ്. ആ ഷോയിൽ ഞാൻ പറയുന്നുണ്ട്, അമ്മയ്ക്ക് കൈ മുകളോട്ട് പൊങ്ങൂല. ഒരു ഭാഗം ഷോക്ക് വന്നുകൊണ്ട് അമ്മ പലപ്പോഴും ഞാൻ വീട്ടിൽ വണ്ടി എത്തിയാൽ അപ്പം അമ്മ കാർ പോർച്ചിൽ വണ്ടി കയറുമ്പം ഈ സ്വിച്ച് താക്കും. കാർ പോർച്ചിൽ നിന്ന് ഇറങ്ങി വരുമ്പം അമ്മ കാർ പോർച്ച് ലൈറ്റ് കെടുത്തും ഈ സിറ്റൗട്ടിലെ ലൈറ്റ് തെളിയിക്കും. സിറ്റൗട്ട് നേരെ അകത്തോട്ട് പോകുമ്പം സിറ്റൗട്ടിലെ ലൈറ്റ് കെടും, അകത്തെ ലൈറ്റ് കത്തും. പക്ഷെ അവൾ ജീവിച്ചിരിക്കുന്ന കാലം അത്രയുമേ ഈ ലൈറ്റ് ഇങ്ങനെ പ്രകാശിക്കുള്ളൂ. 76 വയസ്സുള്ള എൻ്റെ അമ്മ എന്ന് കണ്ണടയുന്നോ അന്ന് ആ ലൈറ്റുകൾ അത്ര കൃത്യമായിട്ട് പ്രകാശിക്കില്ല. ഒരു കാര്യം കൂടെ പറയുകയാണ്, അച്ഛൻ ഞാൻ ചെറുപ്പളശ്ശേരി ക്ലാസ് എടുക്കാൻ പോകുമ്പോഴാണ് അമ്മ പറയണേ, മോനെ ഇന്നലെ അപ്പനെ ഉറങ്ങിയിട്ടില്ല രാത്രി. ഞാൻ എൻ്റെ അച്ഛനെ അപ്പാന്ന് വിളിക്കുക, ഉറങ്ങിയിട്ടില്ല. ഞാൻ അടുത്ത് പോയി ഓടി ചെല്ലുകയാണ്. ഷർട്ടിൻ്റെ ബട്ടൺ സോലും ഇട്ടില്ല, കാര്യം സമയം പോയി. കലക്ടർ വരുന്ന പരിപാടിയാണ് ചെറുപ്പളശ്ശേരിയിൽ. എൻ്റെ വീടിനോട് നിന്ന് 70 കിലോമീറ്റർ ഉണ്ട്. ഓടിപ്പോയി അടുത്ത് പോയിട്ട് ചോദിച്ചു, ഇന്നലെ ഇവിടെ വേനയായിരുന്നു മോനെ, അപ്പനെ രാത്രി മൊത്തം ചൂട് പിടിച്ച് കാപ്പിയൊക്കെ കുടിച്ചു, മോനെ അറിയിച്ചില്ല എന്ന് പറഞ്ഞു. എന്ത് പറ്റി അപ്പാൻ ചോദിച്ചു. ഇവിടെ പിടിച്ച് ഞെക്കിയപ്പോൾ പറഞ്ഞു, ഇവിടെയാണോ ചോദിച്ചു. അവിടെ അല്ല മക്കളെ വേന, ഇവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പിടിച്ച് തിരിഞ്ഞെന്ന് പറഞ്ഞിട്ട് അച്ഛനെ പുറത്ത് പിടിച്ച ഞെക്കി ഇങ്ങനെ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവിടെ അല്ല മക്കളെ, ഇവിടെ വേനാണ്. അപ്പോൾ അവിടെ പിടിച്ച് ഞെക്കി. എനിക്ക് തോന്നുന്നു അവിടെയല്ല, ഇവിടെയാണല്ലോ മക്കളെ പറഞ്ഞു ഇവിടെ. അപ്പോൾ ഞാൻ കുറച്ച് ക്ഷമയില്ലാതെ എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഒന്ന് ഉറപ്പിച്ച് പറ, അവിടെ എവിടെയെന്ന് പറയാം, ഉറപ്പിച്ച് പറ. എത്രയും ചുമട് ഗുളികയല്ലേ, ഞാൻ കഴിഞ്ഞ അച്ഛനെ കൊണ്ടുപോയി വാങ്ങി തന്നെ, അത് കഴിച്ചാൽ മതി, ചൂടുവെള്ളം കുടിച്ചാൽ മതി, ഗ്യാസായിരിക്കും.
അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ അച്ഛൻ ദയനീയമായിട്ട് ചോദിച്ചു, ഗ്യാസ് ആയിരിക്കുമല്ലേ മക്കളെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, അച്ഛനോട് ചോദിച്ചു, കൊണ്ടുപോകണോ വേണേ പറ എന്ന് പറഞ്ഞു. കൊണ്ടുപോകണോ വേണേ പറ, വേണ്ട മക്കളെ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ ഓടി വന്ന് ഷൂ ഇട്ട് വണ്ടിയെ കയറി. നല്ല സ്പീഡിലാണ് വണ്ടി വിടുന്നത്. ചെർപ്പുളശ്ശേരിയിലെത്തി. വലിയ സദസ്സാണ്, ഐഡിയൽ കോളേജാണ്, കലക്ടറുമുണ്ട്. പരിപാടി കഴിഞ്ഞു. മൊബൈൽ സൈലൻ്റൊക്കെ എവിടെ ചെന്നാലും. നേരെ അത് കഴിഞ്ഞ് അടുത്ത് സംഘാടകരുടെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. കാറിൽ വന്ന് മൊബൈൽ ഇങ്ങനെ ഇരിക്കുന്നത്, ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ട്. സമയം ഒരു 3-3:30 മണിയാണ്, 4 മണിയായിട്ടുണ്ട്. ഫോൺ ഇങ്ങനെ എടുത്തു നോക്കുമ്പം എൻ്റെ അയൽവാസി രതീഷ് വിളിക്കുന്നുണ്ട്. ഹലോ പറഞ്ഞു. എന്ത് മനുഷ്യനാണ് ഫിലിപ്പേട്ട നിങ്ങളും ചോദിച്ചു. എന്താണ് ചോദിച്ചു, എത്ര പ്രാവശ്യം നിങ്ങളെ വിളിക്കണേ, ഓ വല്ലാത്തൊരു ആളെ കേട്ടോ നിങ്ങൾ അച്ഛന് തീരെ വയ്യ, പെട്ടെന്ന് വരാൻ പറഞ്ഞു. പെട്ടെന്ന് വണ്ടിയുടെ ബ്രേക്ക് ഞാൻ ചവിട്ടി. എനിക്കൊരു ഓർമ്മയൊന്നും കിട്ടുന്നില്ല. സൈലൻ്റ് ആയിരുന്നല്ലോ ഫോൺ. പിന്നെ നോക്കുമ്പം എൻ്റെ അമ്മയുടെ 54 കോളുണ്ട്. എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ട്, 54 കോള്. അതിൽ പിന്നെ പെങ്ങളെ കോളുണ്ട്. എല്ലാം ഒന്ന് സ്ക്രോൾ ചെയ്തു. എല്ലാ കോളിലും എടുക്കാനൊരു പേടിയായി. അടുത്ത് എൻ്റെ വേറെ അയൽവാസി വിളിക്കുന്നുണ്ട്. എടാ നീ എവിടെത്തിയും ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ അനിയും, ഞാൻ ആ കാര്യം പറയാമെന്ന് പറഞ്ഞു. എന്ത് പറ്റി, അപ്പൻ എന്ത് പറ്റിയും ചോദിച്ചു. അതിൽ പുള്ളി ഒന്നും മിണ്ടുന്നില്ല. മിണ്ടാതെ നിൽക്കുകയാണ് അവിടെ. മറുതലയ്ക്ക് ശബ്ദമില്ല. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്, കൊണ്ടുപോകണോ വേണേ പറ. ആ ഗുളിക മാത്രം കുടിച്ചാൽ പോരാ, ചൂടുവെള്ളം കുടിച്ചാൽ പോരാ, ഗ്യാസ് ആയിരിക്കും. ഇതാ എൻ്റെ മനസ്സിൽ വരണേ. പക്ഷേ വീട്ടിൽ ഏകദേശം 1.5 മണിക്കൂർ വണ്ടി വിടണം. പക്ഷേ ഞാനൊരു 40 മിനിറ്റ് കൊണ്ട് വണ്ടി എത്തി. വണ്ടി ഓഫാക്കാതെ ഇറങ്ങി ഓടി. കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുള്ളൂ. അച്ഛൻ ഞാൻ ഇറങ്ങി ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിയാകത്തൊട്ട് വേദന തുടങ്ങി. അച്ഛന് കാർഡിയോ അറസ്റ്റായിരുന്നു. എൻ്റെ അച്ഛൻ ആരെയും വിളിക്കാൻ സമ്മതിച്ചില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞു, എൻ്റെ മോൻ വരട്ടെ, അവൻ വന്ന്, അവന് ഒരുപാട് ഡോക്ടർമാരെ പരിചയമുണ്ട്, അവൻ വന്ന് എന്നെ കൊണ്ടുപോയിക്കോളൂ, നീ അവനെ വിളിയെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഞാൻ എൻ്റെ മൊബൈൽ ഫോണുകൾ ഒരു സദസ്സിലും ഞാൻ സൈലൻറ്റ് ചെയ്യാറില്ല. 54 കോളുകൾ എൻ്റെ അമ്മയുടെ ഞാൻ കാണാതെ പോയി. ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടപ്പെടുത്തലാണ് എനിക്ക് ജീവിതത്തിൽ എനിക്കുണ്ടായത്. ഫിലിപ്പമ്പാട് എന്ന് പറയുന്നത്, എനിക്ക് ഒരുപാട് ഡോക്ടർമാരായിട്ട് ബന്ധമുണ്ട്, 2 വണ്ടിയുണ്ട്. പക്ഷേ അച്ഛൻ്റെ ചെറിയ വേദനകളെ കാണാതെ പോയി. കൊണ്ടുപോകണോ വേണമെങ്കിൽ പറ, വേണ്ട മക്കളെ എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് എൻ്റെ അച്ഛനെ ആശുപത്രി കൊണ്ടുപോകാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നും അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടാവും മണ്ണിൽ. ഫ്യൂണറെല്ലാം കഴിഞ്ഞു. ഞാൻ വീട്ടിനകത്ത് കയറിയപ്പം അമ്മയുടെ കാലിലും കയ്യിലെല്ലാം നിറച്ച് ചോരയുണ്ട്. അച്ഛൻ്റെ മൂക്കുന്ന ചോര വന്നിട്ടുണ്ട്. കട്ടിൽ അച്ഛൻ എന്നെ നോക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അച്ഛൻ മരിച്ചൊരു 3/4 മണിക്കൂർ കഴിഞ്ഞിരുന്നു. പിറ്റേ ദിവസം ഫ്യൂണറെല്ലാം കഴിഞ്ഞു. സെമിത്തേരിയിൽ ഒറ്റയ്ക്ക് പോയി ഞാൻ എൻ്റെ അച്ഛൻ്റെ ആ കല്ലറയിൽ പോയി ഏറ്റവും കൂടുതൽ നേരം വരുന്ന പൊട്ടിക്കരഞ്ഞു. ഇന്നും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുമ്പം അച്ഛൻ്റെ സെമിത്തേരിയിൽ പോയി പ്രാർത്ഥിക്കും ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ ആജ്ഞയിൽ അപേക്ഷയാണ്, നമ്മുടെയൊക്കെ പ്രായമുള്ള മാതാപിതാക്കളുടെ ചെറിയ വേദനകളെ നിങ്ങൾ തള്ളിക്കളയരുത്. അവരുടെ ചെറിയ വയ്യായികളെ നിങ്ങൾ കാണാതെ പോകരുത്. നാളെ നിങ്ങൾക്ക് കുറച്ചവരെ നന്നായി നോക്കാം, കരുതാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ദൈവം നിങ്ങൾക്ക് അവസരം തരില്ല. അതുകൊണ്ട് ഓർക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത്. ഇത് ഫിലിപ്പമ്പൻ്റെ മാത്രം കോട്ടാണ്. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത്, മക്കൾക്ക് വേണ്ടി ജീവിക്കരുത്. നിങ്ങൾ മക്കളെ വളർത്തുക, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുക, അവർക്ക് വേണ്ടി ഉരുകുക. അത് കണ്ടാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ വാർദ്ധക്യത്തിൽ ഏറ്റവും മനോഹരമായി അവർ സംരക്ഷിക്കും.